മെയിനും ഈ ഒരു പ്രപ്പോസലും ഉണ്ടാകുന്നത് ഫാമിലിയാണ്. സോ ഞങ്ങൾ തമ്മിൽ അത്ര കണക്ഷനോ ലൈക്ക് ഒന്നും അറിയത്തില്ല, രണ്ട് പേര് തമ്മിൽ ഒന്നും അറിയത്തില്ല. പക്ഷേ ഇതൊക്കെ വന്നതിന് ശേഷം ഈ ഒരു പ്രപ്പോസലിൻ്റെ ഇതൊക്കെ വീട്ടുകാർ പറഞ്ഞ ടൈമിൽ തന്നെ എന്തോ ഒരു സ്പാർക്ക് അടിച്ചായിരുന്നു. കാരണം കുറേ പ്രപ്പോസൽസ് വന്നിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ദീപുവേട്ടനെ കുറിച്ച് പറഞ്ഞപ്പോൾ എവിടെയോ എന്തോ ഒരു സ്പാർക്ക് അടിച്ചു. അപ്പോൾ ഓക്കെ, ലൈക്ക് പുള്ളിനെ കാണാതെ തന്നെ ഓക്കെ എന്ന് പറഞ്ഞു. ഫസ്റ്റ് തിങ് അതായിരുന്നു. അപ്പം എൻ്റെ കസിൻസൊക്കെ പറഞ്ഞു എന്ത് ധൈര്യത്തിലാണ് ചേച്ചി കാണാതെ ഓക്കെ പറയാമെന്നൊക്കെ ചോദിച്ചായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തമ്മിൽ കോൾ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചപ്പോൾ ഫസ്റ്റ് ടോക്കിൽ തന്നെ രണ്ടുപേരുടെ വൈബ് മാച്ചായി. ലൈക്ക് എന്തോ ഒരു കണക്ഷൻ തോന്നി ഞങ്ങൾക്ക്. ലൈക്ക് ബിഫോർ കുറേ ആയിട്ട് ഞങ്ങൾക്ക് അറിയാം. ആ ഒരു കണക്ഷനായി നമുക്ക് ഭയങ്കരമായിട്ട് തോന്നി. ഹായ്, കാണാൻ എങ്ങനെയുണ്ട്? ഓക്കെ, ശരി. ശരി എന്നാ വന്ന് അനൗൺസ്മെന്റ് ചെയ്തേരാ. എനർജി പോരാലോ, ഒന്ന് ഉഷാറിൽ എനിക്ക് വായൊക്കെ വിറക്കുന്നു. അതിനുശേഷം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. ഞങ്ങൾക്ക് അങ്ങോട്ടേക്കിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. പിന്നെ ഫാമിലി അതിനുശേഷം ഞങ്ങൾ തമ്മിൽ ലൈക്ക് ഫാമിലി ഓക്കെ, ലൈക്ക് അവർ തമ്മിൽ ഒരു ഒത്തുതീർപ്പാവുന്നതിന് മുന്നേ ഞങ്ങൾ തമ്മിൽ പെർഫെക്റ്റ് ഓക്കെ ആയിരുന്നു. ഞങ്ങൾക്ക് ലൈക്ക് കൈൻഡ് ഓഫ് എ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്റ്റേജായി ഞങ്ങൾ. സോ എല്ലാം കൂടി ഇതിൽ അറേഞ്ച്ഡ് മാരേജ് ആണോ എന്ന് ചോദിച്ചാൽ അറേഞ്ച്ഡ് മാരേജ് ആണ്, ലവ് മാരേജ് ആണോ എന്ന് ചോദിച്ചാൽ അതും പറയാം. സോ ആ ഒരു രീതിക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇന്നത്തെ ഈ ഒരു ഡേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതേപോലെ ലൈക്ക് ആസ് എ ഡോട്ടർ നോക്കുമ്പോൾ ഞാൻ ഭയങ്കര ഇമോഷണലുമാണ്. ലൈക്ക് എൻ്റെ ഫാമിലി എന്ന് വെച്ചാൽ ഭയങ്കര ക്ലോസ് ആണ് ഞാൻ. സോ ആ ഒരു ഫാമിലിനെ വിട്ട് വേറൊരു ഫാമിലിയിലേക്ക് പോകണം, അതും അത് സന്തോഷം. ബിക്കോസ് അവരുടെ ഫാമിലി അതിനേക്കാളും അടിപൊളിയാണ്. സോ മൊത്തത്തിൽ ഇമോഷണലുമാണ്, ഹാപ്പിയാണ്, ഭയങ്കര എക്സൈറ്റഡുമാണ്. എനിക്ക് പറയുകയാണെങ്കിൽ എന്റെ ചൈൽഡ്ഹുഡ് എന്റെ കൂടെ ഒരുമിച്ചിട്ട് എപ്പോൾ ഉണ്ടായിരുന്ന ഒരാളാണ്. ഒറ്റ വേണ്ടി തന്നെ ഷീസ് മൈ പേഴ്സണൽ എപ്പൊ ഞങ്ങളെപ്പോ ഒരുമിച്ചുണ്ടാവും. ഇപ്പൊ കൊറേ ആയിട്ട് ആന്റി ഇപ്പൊ ഗൾഫിലും കൂടി ആയതുകൊണ്ട് ചേച്ചി ഞങ്ങളെ വീട്ടിൽ തന്നെ ഉണ്ടാവാറ്. നമ്മളെല്ലാരും വീട് അടുത്തടുത്താണ്. സോ ഞാൻ എപ്പോഴും ഒരുമിച്ചുണ്ടാവാറ്. നമ്മള് കസിൻസ് എല്ലാരും ഇടയ്ക്കിടന്ന് അധികം ഒരുമിച്ചുണ്ടാവാറ്. സോ എല്ലാരും നല്ല ക്ലോസ് ആണ്. ചേച്ചി എന്നോട് എപ്പോഴും ഇപ്പൊ എന്താവശ്യം ഉണ്ടെങ്കിലും എൻ്റെ ഒരു എക്സ്പ്രഷൻ മാറിയപ്പോലും ഫസ്റ്റ് മനസ്സിലാക്കുന്നത് ചേച്ചിയാണ്. ഞാനിപ്പോ എന്തെന്നാ ലൈക്ക് ഇപ്പൊ എങ്ങനെയാന്ന് എന്റെ സിറ്റുവേഷനിൽ പുറത്ത് ചിലപ്പോ ഹാപ്പി ആയിട്ട് കാണിച്ചാലും ഫസ്റ്റ് മനസ്സിലാക്കുക ഷോണേച്ചിക്ക് പെട്ടെന്ന് മനസ്സിലാവും ചേച്ചി അടിപൊളിയാണ്. ചേച്ചിനെ അടിപൊളി തീകൊണ്ട് നമുക്കൊന്ന് വിചാരിക്കണം, അടിപൊളിയാവും വിചാരിക്കാം. அதை பார்வைகளால் உறைந்திட வேண்டும்
வேண்டுமடி விழி மூடும் வரை உணர்ந்திட வேண்டுமடி நான் உன்னை எண்ணி தொலைந்தேனடி நான் உன்னை எண்ணி தொலைந்தேனடி அதை பார்வைகளால் உறைந்திட வேண்டுமடி விழி மூடும் வரை உணர்ந்திட வேண்டுமடி நான் உன்னை எண்ணி தொலைந்தேனடி நான் ഉന്നെ എണ്ണി തൊലൈന്തേ. ഏട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏട്ടനെ കുറിച്ച് ഷോർട്ട് ടെമ്പേർഡാണ്. പക്ഷെ കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ കൂളാകും. കുറച്ച് സമയം അത് ഉണ്ടാവും. ഒരു നല്ല വൈബ് ആളാണ്. രണ്ടാളും കവിതകൾ കോടിയടി എதை தேடி மனம் இதுவரை ஓடுதடி நான் உன்னை எண்ணி தொலைந்தேனடி நான் உன்னை எண்ணி தொலைந்தேனடி. എൻ്റെ സിസ്റ്റർ ഇൻ ലോ ആണ്. പക്ഷേ എൻ്റെ സിസ്റ്റർ ഇൻ ലോ പോലെയല്ല അവള്. എനിക്ക് എൻ്റെ സ്വന്തം അനിയത്തിനെ പോലെയാണ് ഞങ്ങൾ രണ്ടുപേരും ഇത്രയും നാൾ പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ വന്നപ്പോൾ തൊട്ട് ഞങ്ങൾ ഒരുമിച്ചാണ്. ഞങ്ങൾ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് ആൾക്കാരാണ്. ശരിക്കും മിസ് ചെയ്യും, ഒരുപാട് മിസ് ചെയ്യും. പക്ഷേ അവളെ ലൈഫിൽ ഏറ്റവും നല്ലൊരു മൊമെൻ്റാണിത്. എല്ലാം ഹാപ്പി ലൈഫ് ആയിരിക്കട്ടെ, രണ്ടുപേരുടെയും നല്ല ഹാപ്പി ലൈഫ് ആയിരിക്കട്ടെ. காற்றாய் வந்து என்னை மோதுகிறாய் காலை நெஞ்சில் விதை போடுகிறாய்